ഈ ഒരു ഡ്രം വർഷങ്ങളായിട്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ചട്ടി വെച്ചിട്ട് പച്ചക്കറി ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇവിടെ ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു ദോരം ഉണ്ടാക്കുകയാണ്. അതേപോലെ മൂടിയുടെ സെൻട്രലായിട്ട് ഒരു 1.5 ദോരം ഉണ്ടാക്കണം. അപ്പോൾ 5 ഇഞ്ചിൻ്റെ ബോക്സ് ബിറ്റ് കൊണ്ട് നമുക്ക് ഈ 1.5 ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ദോരം ഉണ്ടാക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ ഗ്രോബഡിൻ്റെ താഴത്തൊരു ഹോൾ ഉണ്ടാക്കണം. അതിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു ദോരം ഉണ്ടാക്കണം. 2.25 ദോരമാണ് ഗ്രോബഡിന് വേണ്ടത്. ഇത് വേണമെന്നില്ല, ഇത് നമ്മൾ ആദ്യത്തെ ഗ്രോബഡിൻ്റെ സിസ്റ്റമാണ്. ഇത് ഡമ്മിട്ടടക്കാം. ഇതിലൂടെയാണ് നമ്മൾ വെള്ളം കയറ്റി ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഓട്ടുണ്ടാക്കിയ പോലെ ഇവിടെയെങ്കിലും ഒരു ഓട്ടം ഉണ്ടാക്കണം. 2 ഓട്ടയാണ് മൂടിക്ക് വേണ്ടത്. ഇനി ഇതിൽ 2.25 FT ഫിറ്റ് ചെയ്യണം. ഈ ഗ്രോബഡിൻ്റെ ഇവിടെ അപ്പോൾ 2 FT ആണ് നമ്മൾ 3/4 ഫിറ്റ് ചെയ്തിട്ടുള്ള ഗ്രോബഡിന് വേണ്ടി. ഇത് ഒരെണ്ണം പമ്പിൽ നിന്നും സമ്മർസൽ പമ്പിൽ നിന്നും വരുന്നുള്ള കണക്ഷൻ വേണ്ടിയിട്ട്, ഒരെണ്ണം നമ്മുടെ ബെൽ സൈഫിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ബെൽ സൈഫിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു എൽബോ കൊടുക്കണം, 3/4 ഒരു എൽബോ കൊടുക്കണം. ഇതെങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് ഈ 1.5 ഇഞ്ചിൻ്റെ ഔട്ടിലേക്ക് ഇത് കൊടുക്കണം. ഇവിടെ സ്റ്റാൻഡ് പൈപ്പ് കൊടുക്കണം. 3/4 തന്നെ നടുക്കലായിട്ടുള്ള നമ്മുടെ FTL ഒരു സ്റ്റാൻഡ് പൈപ്പ് കൊടുക്കുക. ഈ സ്റ്റാൻഡ് പൈപ്പിൻ്റെ ഹൈറ്റ് ഒരു ഈ ചട്ടിയുടെ മുകളിൽ നിന്നും ഒരു 3 ഇഞ്ച് താഴായിട്ട് വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ. പിന്നെ അതിൻ്റെ മുകളിൽ വെക്കാൻ 1.5 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ് ഡമ്മിട്ടിട്ട് താഴെ ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കണം. ഈ ഒരു ഇത് വെക്കുമ്പോഴാണ് ഒരു ആക്ഷനിലൂടെ മൊത്തം വെള്ളം വാർന്നു പോവുക. പിന്നെ വേണ്ടത് നമുക്കൊരു മീഡിയ ഗാർഡാണ്. ഒരു 3 ഇഞ്ചിൻ്റെ പൈപ്പ് ആക്സോ ബ്ലേഡ് കൊണ്ട് വരഞ്ഞിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുക. പിന്നെ ഒരു നെറ്റ് പോട്ട് വേണം. അത് മോട്ടറിൽ നിന്നുള്ള വരുന്ന കണക്ഷന് പോക്കുവരവ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. മോട്ടറിൻ്റെ ഇവിടെ ബെൽ സൈഫൺ. ഈ പൈപ്പിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സമ്മർസൽ പമ്പാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് തന്നെ വേണമെന്നില്ല, ഇത് ഭയങ്കര ഫോഴ്സുള്ള പമ്പാണ്. നമ്മൾ സാധാരണ അക്വേറിയം ഷോപ്പിലൊക്കെ കിട്ടുന്ന ഫിൽറ്റർ പമ്പുകളൊക്കെ ഉണ്ട്, ചെറിയ വില കുറഞ്ഞ പമ്പുകളൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ചാലും മതി. അത് നമ്മുടെ ഈ ഫിഷ് ടാങ്കിൽ വെക്കണം. ഈ ഒരു ഇതിലേക്ക് മോട്ടർ കണക്റ്റ് ആവണം. ഈ ഒരു ഇതിലേക്ക് ഇത് നമ്മുടെ സൈഫണിൻ്റെ സംഭവമാണ്. ഈ ഒരു FTLക്കാണ് നമ്മുടെ ഈ സമ്മർസൽ പമ്പ് കടത്തി വെക്കേണ്ടത്. അപ്പോൾ അതവിടെ ഇരുന്നു. താഴെ നിന്ന് സമ്മർസൽ പമ്പ് നിന്ന് നേരെ മുകളിലേക്ക് ആ ഒരു FTLക്ക് കണക്ട് ചെയ്ത് വെച്ചു. മുകൾ ഭാഗം ഇങ്ങനെയാണ്. വെയിലുള്ള ഭാഗത്താണിത് നമ്മൾ വെക്കേണ്ടത്. വെയിലുള്ള ഭാഗത്തേക്കായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്കിൽ വെള്ളം നിറച്ച് മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം വരും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ നെറ്റ് പോട്ട് വെക്കേണ്ടത്. അതിന് ഫോഴ്സ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാൾവ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വാൾവ് വെച്ച് കൊടുത്തിട്ട് ഫോഴ്സ് വളരെ കുറച്ച് കഴിഞ്ഞാലാണ്, ഇത് നല്ല ഫോഴ്സുള്ള പമ്പായതുകൊണ്ട് വെള്ളപ്പം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതിലൂടെ പോയിട്ട് നേരെ ഫിഷ് ടാങ്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും ഹൈറ്റിൽ വെള്ളം നിൽക്കാൻ പാടില്ല. ആ വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഒരു ഗ്യാപ്പുള്ള ഒരു 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് കൊടുക്കും. അപ്പോൾ അതിൽ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു പ്രഷർ വരും. ആ ഒരു പ്രഷറിലൂടെ മൊത്തം വെള്ളം വലിക്കുക ചെയ്യാം. ഇപ്പം നല്ല ഫോഴ്സിൽ വെള്ളം പോകുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ താഴെ എത്തി ഇതിലൂടെ എയർ കയറുമ്പോൾ എയർ കയറുന്നുണ്ടല്ലേ, എയർ കയറി കഴിഞ്ഞാൽ സ്റ്റോപ്പായി. അപ്പോൾ അവിടെ താഴെ വെള്ളം പോകുന്നത് സ്റ്റോപ്പാവും. മോട്ടർ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മോട്ടറിലൂടെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ മൊത്തം ഡ്രെയിനാവും. വീണ്ടും നിറയും, വീണ്ടും ഡ്രെയിനാവും. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇനി നമുക്ക് മീഡിയ ഗാർഡ് വെച്ച് 2 മീഡിയ ഗാർഡ് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് മെറ്റലിടുന്നതാണ് നല്ലത്. കുറച്ച് വലിയ കല്ലുകൾ താഴിട്ടില്ലേ, അതിനുശേഷം നമുക്ക് ക്ലേ ബോൾസ് ഇടാം. ഈ താഴത്തെ ഡ്രമ്മിൽ നമുക്ക് മത്സ്യങ്ങൾ വളർത്തി മുകളിലത്തെ ചട്ടിയിൽ പച്ചക്കറി തൈകളോ വിത്തോ ഇട്ട് നമുക്ക് പച്ചക്കറികൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊരു ടൈമറില്ലാത്ത സിസ്റ്റമാണ്. ഇത് പ്രവർത്തിക്കുന്നത് ബെൽ സൈഫണിലൂടെ വെള്ളം ഗ്രോബഡിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. എങ്കിലും എപ്പോഴാണ് ഈ ബെൽ സൈഫൺ പണി മുടക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ളൊരു ചെറിയൊരു ടൈമർ വെക്കുന്നത് നല്ലതാണ്. അതായത് 1 മണിക്കൂർ കൂടുമ്പോൾ ഒരു 5-10 മിനിറ്റ് ഒരു ഓഫ് ടൈം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ മോട്ടറിലൊക്കെ അഴുക്ക് വന്നിട്ട് അതിൻ്റെ ഫോഴ്സ് കുറഞ്ഞിട്ട് ഈ സൈഫൺ പ്രവർത്തിക്കാതെ വരുമ്പോൾ ആ ഒരു സിസ്റ്റം ശരിയായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് മോട്ടർ ഓഫായി കൊടുക്കുമ്പോൾ ആ
ചെളികളൊക്കെ ഒന്ന് സെൽഫായിട്ട് ക്ലീൻ ആവാനുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. എങ്കിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് ക്ലീൻ ചെയ്യലും അത് വളരെയധികം ശ്രദ്ധയോടുകൂടി പരിപാലിച്ചില്ലെങ്കിൽ ഈ സിസ്റ്റം ഫെയിലിയർ ആവും. മുൻകാലങ്ങളിലൊക്കെ ഈ ബെൽസൈഫൺ ഉപയോഗിച്ചിട്ടുള്ള സിസ്റ്റങ്ങളായതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് ആൾക്കാർ ഇത് ഉപേക്ഷിക്കാൻ കാരണം. ആ ഒരു സംവിധാനം തന്നെയാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിനും ഒരു ടൈമർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്. എങ്കിലാണ് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുള്ളൂ, വേറെ ബുദ്ധിമുട്ടില്ലാതെ പ്രവർത്തിക്കുകയുള്ളൂ. ഇനി ഇതേപോലുള്ള ഡ്രമ്മുകൾ നമുക്ക് 10-20 വെച്ചിട്ട് ഒരുപാട് ഇതുപോലുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാക്കാം. ഒറ്റ സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ചിട്ട് ഈ 10 ഡ്രം അല്ലെങ്കിൽ 20 ഡ്രമ്മുകൾ വെച്ചിട്ട് ഒരു സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ചിട്ട് നമുക്കത് പ്രവർത്തിക്കാൻ പറ്റും. അതിൻ്റെ മണ്ടക്കിലൊക്കെ ഇതുപോലുള്ള ചട്ടികളിൽ വ്യത്യസ്ത ഇനം പച്ചക്കറികൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അതുപോലെ വ്യത്യസ്ത ഇനം മത്സ്യങ്ങൾ കൃഷി ചെയ്യാൻ പറ്റും. കട്ട്ല, രോഹു, മൃഗാൾ, കരിമീൻ, കാളാഞ്ചി, സാൽമൺ, ഗൗരാമി, വരാൽ, തിലാപ്പിയ, അങ്ങനെയുള്ള ഫ്രഷ് വാട്ടറിൽ വരുന്ന എല്ലാ മത്സ്യങ്ങളും നമുക്കിതിൽ വളർത്താം. വ്യത്യസ്ത ഇനം മത്സ്യങ്ങൾ വളർത്തി വ്യത്യസ്ത ഇനം ദിവസവും നമുക്ക് വ്യത്യസ്ത ഇനം മത്സ്യങ്ങളെ രുചി അറിയാൻ പറ്റും. ഇനി മത്സ്യങ്ങളെ ഭക്ഷിക്കാത്തവർക്കാണെങ്കിൽ അലങ്കാര മത്സ്യങ്ങൾ, വ്യത്യസ്ത ഇനം അലങ്കാര മത്സ്യങ്ങളെ ഉപയോഗിച്ചിട്ടും ഇതുപോലെ നന്നായിട്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് വെയിലുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കുറേശ്ശെ ഇങ്ങനെ ഡ്രമ്മുകൾ വെച്ചിട്ട് ചെയ്യാം. അതല്ല ടെറസിൻ്റെ മേലെ കൃഷി ചെയ്യാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ഡ്രമ്മുകൾ വെച്ചിട്ട് കൃഷി ചെയ്യാം. ഇനി ടെറസിൻ്റെ മേലെ താഴത്തും സ്ഥലമില്ലാത്തവർക്ക് ഇൻഡോറിലും ഇത് കൃഷി ചെയ്യാം. ഫുൾ സ്പെക്ട്രം ലൈറ്റുകൾ വെച്ചിട്ട് ഇൻഡോറിലും നമുക്ക് ഇതുപോലെ കൃഷി ചെയ്തിട്ട് പച്ചക്കറികളും മത്സ്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു മനസ്സ് വേണം. മാത്രമല്ല ഇനിയുള്ള തലമുറയും നമ്മുടെ തലമുറയൊക്കെ ഈ ഒരു കൃഷി ചെയ്ത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും പ്രയോജനപ്പെടുത്തി അവനു വേണ്ട നല്ല മത്സ്യങ്ങളും പച്ചക്കറികളും ഉണ്ടാക്കാൻ ശ്രമിക്കണം. സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഒഴിവാകരുത്. ഇത് നമ്മുടെയും ഇനി വരുന്ന തലമുറയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റണം. നമ്മുടെ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. എങ്കിലാണ് നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുള്ളൂ.